തോമസ് വൈദ്യന്റെ ട്രീറ്റ്മെന്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ലേഖയ്ക്കും വ്യത്യാസം ഉണ്ടാവും. പക്ഷെ അതിന് വേണ്ടത്ര ഒരു ഇൻട്രസ്റ്റ് ലേഖ അനന്തോട്ടനും കാണിക്കുന്നില്ലല്ലോ. ഒന്നും വേണ്ട മഹി. തോമസ് സാറ് പോലും എന്റെ കയ്യിലെ ഞരമ്പുകൾ പിടിച്ചു നോക്കിയിട്ട് പറഞ്ഞതാ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന്. എങ്കിലും അദ്ദേഹം തന്ന മരുന്ന് കഴിക്കുന്നില്ലേ? അതൊക്കെയുണ്ട്. ഇനി ഡേറ്റ് അദ്ദേഹം പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് അവിടെ 4-5 ദിവസം കിടക്കേണ്ടി വരും. അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടാവാൻ സാധ്യതയില്ല. ഞാൻ വളരെ യാദൃശ്യമായിട്ടാ മൊബൈലില് തോമസ് സാറിന്റെ ഒരു പ്രോഗ്രാം കണ്ടത്. അങ്ങനെയാ കണ്ണേട്ടനെയും കൊണ്ട് അവിടേക്ക് പോയത്. അന്ന് പോകുന്ന സമയത്ത് കണ്ണേട്ടനെ ഒരുപാട് എതിർത്തതാ. പോയി കഴിഞ്ഞ ശേഷവും കണ്ണേട്ടന് അത്ര വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് എന്തായി? ഇനി ഒരിക്കലും പഴയ രീതിയിലേക്ക് കണ്ണേട്ടൻ തിരിച്ചു വരില്ല എന്ന് വൈദ്യശാസ്ത്രം പൊതുവെ വിധിയെഴുതിയതല്ലേ. അവിടെ നിന്നാ കണ്ണേട്ടൻ ജീവിതം തിരിച്ചു പിടിച്ചത്. അതുപോലെ അത്ഭുതങ്ങൾ ലേഖയുടെ അനന്തവേട്ടന്റെ ജീവിതത്തിലും സംഭവിച്ചുകൂടാന്നുണ്ടോ? എനിക്ക് ആ വിധ പ്രതീക്ഷയൊന്നുമില്ല. ഞാനും അനന്തവേട്ടനും കാത്തിരിക്കുന്നത് ഇനി മഹിയുടെയും കണ്ണേട്ടന്റെയും കുഞ്ഞിന് വേണ്ടിയാ. മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ അധികം വൈകാതെ മഹി ഞങ്ങളെയൊക്കെ സന്തോഷമുള്ളൊരു വാർത്ത കേൾപ്പിക്കും. ഇത്രയും കിട്ടിയതിന് തന്നെ ഞാൻ ദൈവത്തോട് നന്ദിയുള്ളവളാ. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ദുഃഖം ദൈവം കൊടുക്കുമല്ലോ ലേഖേ. അനന്തവേട്ടനൊത്തുള്ള ജീവിതത്തില് ഞാൻ സാറ്റിസ്ഫൈഡാ. അതുകൊണ്ട് കുഞ്ഞില്ല എന്നൊരു പോരായ്മ എന്നെ അലട്ടാറില്ല. അതിനുള്ള അവസരം അനന്തവേട്ടൻ തരാറില്ല. എപ്പോഴും എന്നെ എൻഗേജ്ഡ് ആക്കിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ ആളെപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടാവും. അത് നാട്ടിലായാലും വിദേശത്തായാലും അങ്ങനെ തന്നെ. അതുകൊണ്ട് ഞാനൊന്നും അറിയാറില്ല. അങ്ങനൊരാളെ കൂട്ടിന് കിട്ടുന്നതേ മഹാഭാഗ്യ. അതെ, ഒരിക്കതൊക്കെ മതി. ഞാൻ കല്യാണ പെണ്ണൊന്നും അല്ല. ആ, ഒന്ന് എഴുന്നേറ്റ്. കല്യാണം കഴിഞ്ഞ ശേഷം ഫസ്റ്റ് നൈറ്റില് മുല്ലപ്പൂക്ക് തലച്ചൂടിക്കൊണ്ടാണല്ലോ പെൺകുട്ടികള് പാലുമായിട്ട് പോകുന്നത്. അതാണല്ലോ ചടങ്ങ്. ഇന്ന് അങ്ങനൊരു ദിവസമാണല്ലോ. അതുകൊണ്ട് മഹി കല്യാണ പെണ്ണ് തന്നെയാ. വാ. ദേ, പാലിനിപ്പോ ചെറിയ ചൂടേ ഉള്ളൂ. കൊണ്ട് കൊടുക്ക്. മഹി അകത്ത് കയറിയിട്ട് വേണം അകത്തിരിക്കുന്ന ഒരാളെ പുറത്താക്കാൻ. ആദ്യം ഞാനും അനന്തേട്ടനെ കരുതിയത് ഞങ്ങളുടെ വീട്ടില് നിങ്ങൾക്ക് മണിയറ ഒരുക്കാന്നാ. പിന്നെയാണല്ലോ നമ്മള് മൂന്നാർ യാത്ര പ്ലാൻ ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ ഇതാണ് നല്ലതെന്ന് തോന്നി. മഹി വാ. ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന രണ്ടുപേരുണ്ട്. വേറെ ആരുമല്ല, നിന്റെ അച്ഛനും അമ്മയും. അതെ, എന്റെ നിഴലായി അവരുണ്ട്. ചില സമയത്തൊക്കെ ഞാൻ വിഷമിക്കുമ്പോൾ അന്നത്തെ രാത്രി സ്വപ്നത്തില് രണ്ടുപേരും പ്രത്യക്ഷപ്പെടാറുണ്ട്. അമ്മ എന്നെ ചെറുതായിട്ട് തലോടി പോകുന്നതായിട്ട് സ്വപ്നം കാണാറുണ്ട്. അപ്പോഴേ ഇനി ഇങ്ങോട്ട് ഇറങ്ങ്. ഇത് ഭാര്യയ്ക്കും ഭർത്താവിന് വേണ്ടി ദൈവം അനുവദിച്ചു കൊടുത്ത സമയ. ഞാൻ നിൽക്കുന്നുണ്ടല്ലേ പുതുപ്പെണ്ണ പാലൊക്കെ ആയിട്ട്. നന്നായിട്ട് ഒരുക്കിയിട്ടുണ്ടല്ലോ. അങ്ങനെ വേണ്ടേ? മുല്ലപ്പൂക്ക് ചൂടി വേണ്ടേ ഫസ്റ്റ് നൈറ്റിൽ ഭർത്താവിന്റെ അടുത്തേക്ക് ഭാര്യ വരാൻ? അപ്പോഴേ വാ മഹി, ഡോറന്ന് കുറ്റിയിട്ടേക്കണേ. വാ.